ഓസ്ട്രേലിയയിൽ അപൂർവമായിട്ടുള്ള ബിൽബി ജീവികളുടെ എണ്ണം ഗണ്യമായിട്ട് വർദ്ധിച്ചിരിക്കുകയാണ്. സംരക്ഷണ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് ചെറിയൊരു കൂട്ടത്തിൽ നിന്ന് ഇവയുടെ ജനസംഖ്യ 1800-ലധികമായിട്ട് ഉയർന്നതായിട്ട് റിപ്പോർട്ടുകൾ പറയുന്നു. പ്രത്യേകിച്ച് ഇരപിടിയന്മാർ ഇല്ലാത്ത സംരക്ഷിത മേഖലകളെ സൃഷ്ടിച്ചതാണ് ഈ വളർച്ചയ്ക്ക് പ്രധാന കാരണമായിട്ട് മാറിയത്. വന്യജീവി സംരക്ഷണത്തിൽ ഇത്തരം പദ്ധതികൾ വലിയ വിജയമെന്ന നിലയിൽ വിലയിരുത്തപ്പെടുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ അതിഥി ബിൽബി എന്ന് പറയുന്ന ജീവിയെ പറ്റിയിട്ടാണ്. ഓസ്ട്രേലിയൻ മരുഭൂമി പ്രദേശങ്ങളിൽ കണ്ടുവരുന്ന ഒരു അപൂർവവും അതീവ ആകർഷണവുമായിട്ടുള്ള സസ്തനിയാണ് ബിൽബി. ഇത് സാധാരണയായിട്ട് റാബിറ്റ് ഇയേർഡ് ബാഡിക്കോട്ട് എന്നും അറിയപ്പെടുന്നു. ബിൽബിക്ക് നീണ്ട ചെവികളും മൂർച്ചയുള്ള മൂക്കും മൃദുവായിട്ടുള്ള രോമവുമാണ് പ്രധാനമായിട്ടുള്ള സവിശേഷതകൾ. ഇതിന്റെ ശാസ്ത്രീയ നാമം മാക്രോട്ടീസ് ലാഗോട്ടിസ് എന്നാണ്. തൈലോക്കോമിഡെ എന്ന് പറയുന്ന ഫാമിലിയിലാണ് ഇത് ഉൾപ്പെട്ടിരിക്കുന്നത്. പെർമെലിഫോർഫിയ എന്ന ഓർഡറിലാണ് ഇത് ഉൾപ്പെട്ടിരിക്കുന്നത്. ഓസ്ട്രേലിയയിലെ മരുഭൂമി പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ബിൽബി എന്ന സസ്തനി ദീർഘകാല പരിണാമ പ്രക്രിയയിലൂടെ രൂപം കൊണ്ട ഒരു പ്രത്യേകമായിട്ടുള്ള ജീവിയാണ്. ഇതിന്റെ പൂർവികരും പരിണാമത്തിന്റെ തുടക്കവും സംബന്ധിച്ചുള്ള കാലഘട്ടത്തിലേക്ക് പോവുകയാണെങ്കിൽ ബിൽബി മാർസൂപ്പിയൽ വിഭാഗത്തിൽപ്പെടുന്ന ജീവിയാണ്. മാർസൂപ്പിയൽ എന്നത് കുഞ്ഞുങ്ങളെ പൗച്ചിൽ വളർത്തുന്ന സസ്തനികളാണ്. ബിൽബിയുടെ പൂർവികർ ഏകദേശം 30 മുതൽ 40 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഓസ്ട്രേലിയയിൽ ജീവിച്ചിരുന്ന പ്രാചീന മാർസൂപ്പിയൽസുകളാണ്. ഇവ പെർമെലിഫോർഫിയ എന്ന ഓർഡറിലെ മറ്റ് ജീവികളുമായിട്ട് ബന്ധപ്പെട്ട് നിന്നു. പ്രത്യേകിച്ച് ബാർബിക്യൂട്ട് വർഗ്ഗങ്ങളുമായിട്ട് അടുത്ത ബന്ധം വയ്ക്കുന്നുണ്ട്. ഇവയുടെ ആദ്യകാല പൂർവികർക്ക് ചെറുതായിട്ടുള്ള ശരീര വലുപ്പവും നിലത്ത് ഭക്ഷണം തേടുന്ന ശൈലിയും കീടഭക്ഷണം പ്രധാനമായിരുന്ന ഭക്ഷണ രീതിയൊക്കെയാണ്. ഇവയാണ് പിന്നീട് ബിൽബി ആയിട്ട് പരിണമിക്കാൻ വേണ്ടി അടിസ്ഥാനപരമായിട്ടുള്ള സവിശേഷതകൾ ഉണ്ടായത്. ഓസ്ട്രേലിയ മറ്റ് ഭൂഖണ്ഡങ്ങളിൽ നിന്ന് വേർപെട്ടതോടെ അവിടെയുള്ള ജീവികൾക്ക് സ്വതന്ത്രമായിട്ട് പരിണമിക്കാൻ വേണ്ടി അവസരം ലഭിച്ചു. ഈ ജോഗ്രഫിക്കൽ ഐസൊലേഷൻ ബിൽബിയുടെ പരിണാമത്തിൽ വലിയ പങ്ക് വഹിച്ചു. കാലക്രമേണ കാലാവസ്ഥ വരണ്ടതാവുകയും മരുഭൂമി പ്രദേശങ്ങൾ രൂപപ്പെടുകയും ചെയ്തു. ഇത്തരം മാറ്റങ്ങൾക്ക് അനുയോജ്യമായിട്ട് ബിൽബിയുടെ പൂർവികർ ചില പ്രത്യേക ഗുണങ്ങൾ വികസിപ്പിച്ചു. ബിൽബി ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് മാറുവാൻ വേണ്ടി കാരണമായിട്ടുള്ള പ്രധാന പരിണാമ മാറ്റം എന്ന് പറയുന്നത് വലിയ ചെവികളാണ്. ഇത് ചൂട് പുറത്തേക്ക് വിടാൻ വേണ്ടി സഹായിക്കുന്നതിനും ചെറിയ ശബ്ദങ്ങൾ കേൾക്കുന്നതിനുമൊക്കെ ഇവയെ സഹായിച്ചു. പിന്നീട് നീളമുള്ള മൂക്കാണ്. നിലത്തിനടിയിൽ നിന്ന് കീടങ്ങൾ കണ്ടെത്താൻ വേണ്ടി സഹായിക്കുന്ന രീതിയിൽ ഇത് വികസിച്ചു. പിന്നെ കുഴി തുരത്തുന്ന കഴിവാണ്. വരണ്ട പ്രദേശങ്ങളിൽ ജീവിക്കാൻ വേണ്ടി നിലത്തിനടിയിൽ താമസിക്കുന്ന ശൈലി രൂപപ്പെട്ടു. ഇവയ്ക്ക് രാത്രി സജീവമായിട്ടുള്ള ജീവിതമാണ്. ഇത് ചൂട് കൂടിയ പകൽ സമയത്തെ ഒഴിവാക്കാൻ വേണ്ടിയും രാത്രി സജീവമാകുന്ന രീതിയിലേക്ക് മാറുവാൻ വേണ്ടി ഇവയെ സഹായിച്ചു. ബിൽബി ബാഡിക്കൂട്ടുകളുമായിട്ട് അടുത്ത ബന്ധമുള്ള ജീവിയാണ്. ഇരുവരും ഒരേ ഓർഡറിൽ പെട്ടതിനാൽ തന്നെ ഇവയുടെ പൂർവികർ ഒരുപോലെ ആയിരുന്നുവെന്ന് ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ കാലക്രമേണ പരിസ്ഥിതി വ്യത്യാസങ്ങൾ കാരണം ബിൽബിയുടെ വ്യത്യസ്തമായിട്ടുള്ള രൂപവും സ്വഭാവവും കൈവരിച്ചു. വ്യത്യസ്തമായിട്ടുള്ള രൂപവും സ്വഭാവവും കൈവരിച്ചു. മനുഷ്യരുടെ വരവിന് ശേഷം ബിൽബിയുടെ പരിണാമയാത്രയിൽ ചില വലിയ വെല്ലുവിളി ഉണ്ടായി. വിദേശ വേട്ടക്കാരന്മാരുണ്ടായി, അതായത് നരികൾ, പൂച്ചകളൊക്കെ ഉണ്ടായി. പിന്നെ ആവാസ വ്യവസ്ഥയുടെ നാശം, കാലാവസ്ഥാ വ്യതിയാനമൊക്കെ കാരണം ബിൽബിയുടെ ജനസംഖ്യ വളരെ കുറഞ്ഞു. അതായത് ബിൽബിയുടെ പൂർവികരും പരിണാമത്തിന്റെ തുടക്കവും പ്രകൃതിയുടെ മാറ്റങ്ങൾക്കും പരിസ്ഥിതി സാഹചര്യങ്ങൾക്കും അനുസൃതമായിട്ട് ജീവികൾ എങ്ങനെ രൂപപ്പെടുന്നു എന്ന് തെളിയിക്കുന്ന ഒരു മികച്ച ഉദാഹരണമാണ്. ലക്ഷക്കണക്കിന് വർഷങ്ങൾ നീണ്ട പരിണാമ പ്രക്രിയയുടെ രൂപം കൊണ്ട ബിൽബി ഇന്ന് അപൂർവമായിട്ടുള്ള ഒരു ജീവിയായിട്ട് നിലനിൽക്കുന്നു. അതിനാൽ തന്നെ ഇതിനെ സംരക്ഷിക്കുന്നത് നമ്മുടെ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഒരു പ്രധാനമായിട്ടുള്ള ഭാഗമാണ്. നമുക്ക് കുറച്ച് രസകരമായിട്ടുള്ള വസ്തുതകൾ ഈ ബിൽബിയായിട്ട് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ബിൽബിയെ എപ്പോഴും ഓസ്ട്രേലിയൻ ഈസ്റ്റർ ബണ്ണി എന്ന് വിളിക്കപ്പെടാറുണ്ട്. ഈസ്റ്റർ ആഘോഷത്തിൽ മുയലുകൾക്ക് പകരം ബിൽബിയെ പ്രതീകമായിട്ട് പ്രചരിപ്പിക്കുന്നത് ബിൽബിയുടെ സംരക്ഷണത്തെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. പിന്നെ വലിയ ചെവികളുടെ പ്രത്യേകതയാണ്. ബിൽബിയുടെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള സവിശേഷത അതിൻ്റെ വലിയ ചെവികളാണ്. ഇവ ശരീരത്തിലെ ചൂട് പുറത്തുവിടാൻ വേണ്ടി സഹായിക്കുകയും വളരെ ചെറിയ ശബ്ദങ്ങൾ പിടികൂടാൻ വേണ്ടി സഹായിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് മരുഭൂമിയിലെ കടുത്ത ചൂടിൽ ജീവിക്കാൻ വേണ്ടി ഇവയെ സഹായിക്കുന്നു. പിന്നെ രാത്രി സജീവ ജീവിയാണ്. ഒരു നാച്ചുറൽ ആനിമലാണ്. ബിൽബി പ്രധാനമായിട്ടും രാത്രിയിലാണ് സജീവം. പകൽ സമയത്ത് ഇത് നിലത്തിനടിയിൽ കുഴികളിൽ വിശ്രമിക്കുകയും രാത്രി ഭക്ഷണം തേടി പുറത്തേക്ക് വരികയും ചെയ്യുന്നുണ്ട്. ഇത് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇവയെ സഹായിക്കുന്നു. പിന്നെ ഇവ മികച്ച കുഴി നിർമ്മാതാവാണ്. ബിൽബി വളരെ മികച്ച രീതിയിൽ കുഴികൾ തുറന്ന് താമസിക്കുന്ന ജീവിയാണ്. ഒരു ബിൽബി 2 മുതൽ 3 മീറ്റർ വരെയുള്ള നീളമുള്ള കുഴികൾ നിർമ്മിക്കുന്നുണ്ട്. ഈ കുഴികൾ ചൂടിലും ശത്രുക്കളിൽ നിന്ന് സംരക്ഷണമൊക്കെ നൽകുന്നുണ്ട്. പിന്നെ ഭക്ഷണം കണ്ടെത്താനുള്ള പ്രത്യേകമായിട്ടുള്ള കഴിവാണ്. ബിൽബിയുടെ നീണ്ട മൂക്ക് ഉപയോഗിച്ച് നിലത്തിനടിയിൽ നിന്ന് ഭക്ഷണം കണ്ടെത്താൻ വേണ്ടി ഇവയ്ക്ക് കഴിയുന്നുണ്ട്. ഇവയുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുന്നത് കീടങ്ങൾ, വിത്തുകൾ, പുഴുക്കൾ, ചെറു സസ്യങ്ങളൊക്കെയാണ്. ഇവയ്ക്ക് വെള്ളം കുടിക്കാതെ തന്നെ ഭക്ഷണത്തിൽ നിന്ന് ആവശ്യമായിട്ടുള്ള ഊർജ്ജം ലഭ്യമാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. മണ്ണിൻ്റെ ആരോഗ്യത്തിന് ഇവ സഹായിക്കുന്നതാണ് മറ്റൊരു പോയിന്റ്. ബിൽബി കുഴികൾ തുരത്തുമ്പോൾ മണ്ണ് ഇളകുകയും വായു പ്രവേശിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് മണ്ണിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുകയും സസ്യ വളർച്ചയ്ക്ക് സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് ബിൽബി പരിസ്ഥിതിക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു എക്കോ എഞ്ചിനീയർ തന്നെയാണ്. പിന്നെ ഇവയുടെ വേഗതയും ചാബല്യവുമാണ്. ബിൽബി വളരെ വേഗത്തിൽ ഓടാൻ വേണ്ടിയും ചാടാൻ വേണ്ടിയും ഒക്കെ കഴിയുന്ന ജീവിയാണ്. ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇത് സഹായിക്കുന്നുണ്ട്. ഇവയ്ക്ക് വേഗത്തിനുള്ള
പ്രജനനമാണ് അടുത്തൊരു സവിശേഷത. ബിൽബിക്ക് വളരെ ചെറുതായിട്ടുള്ള ഗർഭകാലമാണ്, ഏകദേശം 12 മുതൽ 14 ദിവസം മാത്രമാണ്. ഇത് വളരെ വേഗത്തിൽ വർദ്ധിക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. പക്ഷേ ശത്രുക്കളുടെ ഭീഷണി കാരണം ജനസംഖ്യ സ്ഥിരത കൈവരിക്കാൻ വേണ്ടി വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ ഇവയ്ക്ക് വംശനാശ ഭീഷണിയുള്ള ജീവിയാണ്. ഒരു കാലത്ത് ഓസ്ട്രേലിയയിലെ പല പ്രദേശങ്ങളിലും കണ്ടിരുന്ന ബിൽബി ഇന്ന് വളരെ കുറച്ചായിട്ട് മാറപ്പെട്ടിരിക്കുന്നുണ്ട്. കാട്ടുപുലികൾ, നരികൾ പോലുള്ള വിദേശ വേട്ടക്കാരന്മാർ അവയുടെ ആവാസ വ്യവസ്ഥയ്ക്ക് നാശമൊക്കെയാണ് ഇവയ്ക്ക് പ്രധാനമായിട്ടുള്ള ഈ കാരണം. ബിൽബിക്ക് 2 ഇനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്, വലിയ ബിൽബി എന്നും ചെറിയ ബിൽബി എന്നും. അതായത് ഗ്രേറ്റർ ബിൽബി ആൻഡ് ലെസർ ബിൽബി. ഇതിൽ ലെസർ ബിൽബി ഇതിനകം വംശനാശം സംഭവിച്ചിരിക്കുന്നുണ്ട്. എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ബിൽബി ചെറിയ ജീവി ആയാലും പ്രകൃതിയിൽ വളരെ പ്രാധാന്യമുള്ളതാണ്. അതിൻ്റെ ജീവിത രീതി, പരിസ്ഥിതിയുമായിട്ടുള്ള ബന്ധം, പ്രത്യേക സവിശേഷത എന്നിവയെല്ലാം തന്നെ ചേർന്ന് ഇത് വളരെ വിചിത്രവും വിലമതിക്കാനാവാത്തതുമായിട്ടുള്ള ജീവിയായിട്ട് മാറ്റുന്നുണ്ട്. ബിൽബിയെ സംരക്ഷിക്കുന്നത് പ്രകൃതിയുടെ സമതുലനാവസ്ഥ നിലനിർത്തുന്നതിനും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഇനി നമുക്ക് ബിൽബിയുടെ ശാരീരിക സവിശേഷത അല്ലെങ്കിൽ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിനെ പറ്റി നോക്കുകയാണെങ്കിൽ, ഓസ്ട്രേലിയയിലെ അപൂർവമായിട്ടുള്ള മരുഭൂമി സസ്തനികളൊന്നായിട്ടുള്ള ബിൽബി അതിൻ്റെ പ്രത്യേകമായിട്ടുള്ള ശരീരഘടനയും പരിസ്ഥിതിയോട് ഇണങ്ങിക്കഴിയാനുള്ള കഴിവും കൊണ്ട് ശ്രദ്ധേയമാണ്. ഈ ജീവിയുടെ ശാരീരിക സവിശേഷതകൾ അതിൻ്റെ ജീവിത രീതിയും പരിസ്ഥിതി അനുയോജ്യതയുമൊക്കെ വ്യക്തമാക്കുന്നുണ്ട്. ബിൽബിക്ക് സാധാരണയായിട്ട് 29 മുതൽ 55 സെൻറ്റിമീറ്റർ വരെ നീളമുള്ള ശരീരം കാണപ്പെടുന്നുണ്ട്. ഇതിന് കൂടാതെ 20 മുതൽ 29 സെൻറ്റിമീറ്റർ വരെ നീളമുള്ള ഒരു വാൽ ഇവയ്ക്ക് ഉണ്ടായിരിക്കും. ശരീരഭാരം ഏകദേശം 1 മുതൽ 2.5 കിലോഗ്രാം വരെയാണ്. ശരീരം മൃദുവായിട്ടുള്ള രോമങ്ങളാൽ മൂടപ്പെട്ടിരിക്കുന്നുണ്ട്. മുകളിൽ നീല ചാര നിറവും താഴെ വെളുത്ത നിറവുമാണ് സാധാരണയായിട്ട് കാണപ്പെടുന്നത്. ഇതിലൂടെ ബിൽബിക്ക് രാത്രിയിൽ പരിസരവുമായിട്ട് ഇഴചേരാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. ബിൽബിയിലെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള സവിശേഷത അതിൻ്റെ നീളം കൂടിയ ചെവികളാണ്. ഈ ചെവികൾ ചൂടുള്ള മരുഭൂമി പ്രദേശങ്ങളിൽ ശരീരതാപം നിയന്ത്രിക്കാൻ വേണ്ടി ഇവയെ സഹായിക്കുന്നുണ്ട്. കൂടാതെ വളരെ ചെറുതായിട്ടുള്ള ശബ്ദങ്ങളും കേൾക്കുവാൻ വേണ്ടി ഇവയ്ക്ക് കഴിയും. ഇത് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയും ഇര കണ്ടെത്താൻ വേണ്ടിയൊക്കെ സഹായിക്കുന്നുണ്ട്. ഇതിൻ്റെ മുഖം നീളം കൂടിയതും മൂർച്ചയുള്ളതുമാണ്. മൂക്ക് വളരെ സൂക്ഷ്മമായിട്ടുള്ള ഗന്ധഗ്രഹണ ശേഷിയുള്ളതാണ്. മണ്ണിനടിയിലെ കീടങ്ങൾ, വിത്തുകൾ, വേർ എന്നിവ കണ്ടെത്താൻ വേണ്ടി ഇത് സഹായിക്കുന്നുണ്ട്. ബിൽബിയിലെ കണ്ണുകൾ ചെറുതായിട്ടാണ്, കാരണം ഇത് പ്രധാനമായിട്ടും രാത്രിചാര ജീവിയാണ്. കാലുകൾ ശക്തമായതും കുഴിയെടുക്കുവാൻ അനുയോജ്യമായതുമാണ്. മുൻകാലുകളിൽ മൂർച്ചയുള്ള നഖങ്ങൾ കാണപ്പെടുന്നുണ്ട്. ഇത് വേഗത്തിൽ കുഴിയെടുക്കാൻ വേണ്ടി ഇവയ്ക്ക് സഹായിക്കുന്നുണ്ട്. ബിൽബികൾ ഒരു രാത്രി തന്നെ നീളം കൂടിയ കുഴികൾ തുരത്താൻ വേണ്ടി കഴിവുള്ളവയാണ്. പിന്നിലെ കാലുകൾ കുറച്ചുകൂടി നീളം കൂടിയതാണ്. ഇത് ചാടുന്നതിനും വേഗത്തിൽ ഓടുന്നതിനുമൊക്കെ ഇവയെ സഹായിക്കുന്നുണ്ട്. വാൽ നീളം കൂടിയതും അവസാനം കറുത്ത വെളുത്ത നിറമുള്ള തുമ്പോട് കൂടിയതുമാണ്. ഇത് ശരീര സമത്വം നിലനിർത്താൻ വേണ്ടി സഹായിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ചാടുമ്പോഴും ഓടുമ്പോഴും ഒക്കെ. ബിൽബിക്ക് പ്രത്യേകമായൊരു സവിശേഷത കൂടിയുണ്ട്. ഇവയുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഉള്ള തൊലി, അതായത് പൗച്ചുണ്ട്. ഈ പൗച്ച് പിന്നോട്ട് തുറക്കുന്ന രീതിയിലാണ്. അതിനാൽ തന്നെ മണ്ണ് കുഴിയെടുക്കുമ്പോൾ ഉള്ളിൽ മണ്ണ് കയറാതിരിക്കാൻ വേണ്ടി ഇത് സഹായിക്കുന്നുണ്ട്. ആകെ പറഞ്ഞു കഴിഞ്ഞാൽ ബിൽബിയുടെ ശാരീരികമായിട്ടുള്ള സവിശേഷതകൾ അതിനെ മരുഭൂമി സാഹചര്യത്തിൽ ജീവിക്കാൻ വേണ്ടി വളരെ അനുയോജ്യമായിട്ടുള്ള രൂപകൽപ്പന ചെയ്തിരിക്കുന്നുണ്ട്. അതിൻ്റെ ചെവികൾ, മൂക്ക്, ശക്തമായിട്ടുള്ള കാലുകൾ എന്നിവയെല്ലാം തന്നെ അതിൻ്റെ ജീവിത രീതിയുമായിട്ട് ചേർന്നിരിക്കുന്ന അത്യന്തം പ്രാധാന്യമുള്ള ഘടകങ്ങളാണ്. പിന്നെ നമുക്ക് ഈ ബിൽബിയുടെ ആവാസ വ്യവസ്ഥ അല്ലെങ്കിൽ ഹാബിറ്റൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യം നോക്കുകയാണെങ്കിൽ, ഓസ്ട്രേലിയയിലെ അപൂർവവും സുരക്ഷിതവുമായിട്ടുള്ള ഒരു മരുഭൂമി സസ്തനിയാണ് ബിൽബി. അതിൻ്റെ ആവാസ വ്യവസ്ഥ അതിൻ്റെ ജീവൻ നിലനിർത്തുന്നതിനും പെരുമാറ്റ രീതികൾക്കും ഏറെ നിർണായകരമാണ്. പ്രധാനമായിട്ടും വരണ്ടതും അർത്ഥവരണ്ടതുമായിട്ടുള്ള പ്രദേശങ്ങളാണ് ബിൽബികൾ ജീവിക്കുന്നത്. ബിൽബികൾ കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഓസ്ട്രേലിയയിലെ ഉൾനാടൻ മരുഭൂമി പ്രദേശങ്ങളായിട്ടുള്ള സ്പിനിഫെക്സ് പുൽമേടുകൾ, മണൽത്തിട്ടകൾ, തുറന്ന വനപ്രദേശങ്ങൾ എന്നിവിടങ്ങളിലാണ്. ഇവയ്ക്ക് ഇഷ്ടമുള്ള മണ്ണ് സാധാരണയായിട്ട് മൃദുവും കുഴിയെടുക്കാൻ എളുപ്പമുള്ളതുമാണ്. അതുകൊണ്ട് തന്നെ മണൽ മണ്ണുള്ള പ്രദേശങ്ങൾ ഇവയ്ക്ക് ഏറ്റവും അനുയോജ്യമാണ്. ഈ ജീവികൾ ഭൂരിഭാഗവും ഭൂഗർഭ ജീവിതം നയിക്കുന്നവയാണ്. ദിവസത്തിൽ ചൂട് ഒഴിവാക്കുന്നതിനായിട്ട് ഇവ നീളം കൂടിയ കുഴികൾ തുറന്ന് അതിനുള്ളിൽ താമസിക്കുന്നു. ഒരു ബിൽബി തുറയ്ക്കുന്ന കുഴികൾക്ക് 2 മുതൽ 3 മീറ്റർ വരെ നീളം ഉണ്ടായേക്കാം. ഈ കുഴികൾ കൂട്, ശത്രുക്കൾ, വരൾച്ച എന്നിവയിൽ നിന്ന് സംരക്ഷണം ഇവയ്ക്ക് നൽകുന്നുണ്ട്. ബിൽബികൾ രാത്രിചര ജീവികളാണ്. രാത്രി ഇവ കുഴികളിൽ നിന്ന് പുറത്തേക്ക് വന്ന് ഭക്ഷണം തേടുന്നുണ്ട്. അതിനാൽ തന്നെ ഇവയുടെ ആവാസ വ്യവസ്ഥയിൽ രാത്രിയിലെ താപനില കുറവായിരിക്കേണ്ടതും സുരക്ഷിതമായിരിക്കേണ്ടതും ഒക്കെയാണ്. കീടങ്ങൾ, വിത്തുകൾ, വേർ എന്നിവ ലഭ്യമാകുന്ന പ്രദേശങ്ങൾ ഇവയ്ക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ആവാസ വ്യവസ്ഥയാകുന്നുണ്ട്. മുൻകാലങ്ങളിൽ ബിൽബികൾ ഓസ്ട്രേലിയയിലെ വലിയ ഭാഗങ്ങളായിട്ട് വ്യാപിച്ചിരുന്നതായിട്ട് കരുതപ്പെടുന്നിരുന്നു. എന്നാൽ ഇന്ന് അവയുടെ ആവാസ വ്യവസ്ഥ വളരെ കുറയുകയും ചില പ്രദേശങ്ങളിൽ മാത്രമായിട്ട് ചുരുങ്ങുകയും ചെയ്തിട്ടുണ്ട്. കൃഷി വികസനം, പശു വളർത്തൽ, മനുഷ്യ ഇടപെടൽ, കൂടാതെ കുറുക്കന്മാർ, കാട്ടുപൂച്ചകൾ തുടങ്ങിയ ശത്രുക്കളുടെ ആക്രമണം എന്നിവയാണ് ഇവയ്ക്ക് പ്രധാനമായിട്ടുള്ള കാരണം. ഇപ്പോൾ ബിൽബികളെ സംരക്ഷിക്കാൻ വേണ്ടി പ്രത്യേകമായിട്ടുള്ള സംരക്ഷണ പ്രദേശങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഈ പ്രദേശങ്ങളിൽ ശത്രുക്കളെ നിയന്ത്രിക്കാൻ വേണ്ടിയും സുരക്ഷിതമായിട്ടുള്ള പരിസ്ഥിതി ഒരുക്കാൻ വേണ്ടിയും ചെയ്യുന്നുണ്ട്. ഇതിലൂടെ ബിൽബികളുടെ ജനസംഖ്യ കുറച്ച് സ്ഥലങ്ങളിൽ വീണ്ടും വർദ്ധിപ്പിക്കുന്നതിനുള്ള സാധ്യതകൾ കാണപ്പെടുന്നുണ്ട്. സംഗ്രഹിച്ച് പറയുകയാണെങ്കിൽ, വരണ്ട മരുഭൂമി പ്രദേശങ്ങളിൽ മണൽമണ്ണും ഭൂഗർഭ കുഴികളും ഉൾപ്പെടുന്ന ഒരു പ്രത്യേക ആവാസ വ്യവസ്ഥയിലാണ് ബിൽബികൾ ജീവിക്കുന്നത്. ഈ ആവാസ വ്യവസ്ഥയുടെ സംരക്ഷണം ബിൽബികളുടെ നിലനിൽപ്പിനായിട്ട് അത്യന്തം പ്രാധാന്യമുള്ളതാണ്. ഇനി നമുക്ക് ഈ ബിൽബിയുടെ ആഹാരവുമായിട്ട് ബന്ധപ്പെട്ട്, ഡയറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെപ്പറ്റി നോക്കുകയാണെങ്കിൽ, ഓസ്ട്രേലിയയിലെ മരുഭൂമി പ്രദേശങ്ങളിൽ ജീവിച്ചിരിക്കുന്ന ബിൽബി ഒരു
ഓംനിവോറസ് ആയിട്ടുള്ള ജീവിയാണ്. അതായത് സസ്യാഹാരവും മാംസാഹാരവും ഒരുപോലെ ഉൾക്കൊള്ളുന്നവരാണ്. അതിൻ്റെ ആഹാരശൈലി പരിസ്ഥിതിയോട് വളരെ നന്നായിട്ട് ഇണങ്ങിയതാണ്. ബിൽബിയുടെ പ്രധാനമായിട്ടുള്ള ആഹാരം കീടങ്ങളാണ്. ചെറുതായിട്ടുള്ള പുഴുക്കൾ, ഉറുമ്പുകൾ, ടെർമിറ്റ്സ്, മറ്റ് മണ്ണിനടിയിലെ ജീവികൾ എന്നിവയ്ക്കാണ് ഇവ കൂടുതലായിട്ട് ഭക്ഷിക്കുന്നത്. മണ്ണിനടിയിൽ നിറഞ്ഞിരിക്കുന്ന ഈ ജീവികളെ കണ്ടെത്താൻ വേണ്ടി ബിൽബിയുടെ മൂർച്ചയുള്ള മൂക്കും ശക്തമായിട്ടുള്ള ഗന്ധഗ്രന്ഥി ശേഷിയും സഹായിക്കുന്നുണ്ട്. കീടങ്ങൾക്കൊപ്പം സസ്യഭാഗങ്ങളും ബിൽബിയുടെ ആഹാരത്തിൽ പ്രധാനമായിട്ടുള്ള പങ്ക് വഹിക്കുന്നുണ്ട്. വിത്തുകൾ, വേർ, കിഴങ്ങുകൾ, ചിലപ്പോൾ പഴങ്ങൾ എന്നിവയൊക്കെ ഇവ ഭക്ഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വരണ്ട പ്രദേശങ്ങളിൽ ലഭ്യമാകുന്ന സസ്യവിഭവങ്ങൾ ഇവയുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. ബിൽബികൾ രാത്രിചാര ജീവികളായതിനാൽ തന്നെ ഇവയുടെ ഭക്ഷണം തേടൽ കൂടുതലും രാത്രിയിലാണ് നടക്കുന്നത്. ചൂട് കുറഞ്ഞ സമയത്ത് പുറത്തേക്ക് വരികയും മണ്ണ് കുഴിച്ചുകൊണ്ട് ഭക്ഷണം കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട്. മുൻകാലുകളുടെ മൂർച്ചയുള്ള നഖങ്ങൾ ഉപയോഗിച്ച് ഇവ വേഗത്തിൽ മണ്ണ് തുരന്ന് കീടങ്ങളെയും വേരുകളെയൊക്കെ കണ്ടെത്തുന്നു. ഇവയ്ക്കൊരു പ്രത്യേക സവിശേഷത കൂടിയുണ്ട്. വെള്ളം കുടിക്കേണ്ട ആവശ്യം വളരെ കുറവാണെന്നാണ്. ഭക്ഷണത്തിലൂടെ ലഭിക്കുന്ന ഈർപ്പം ഉപയോഗിച്ചിട്ടാണ് ഇവ ജീവിക്കുന്നത്. ഇത് വരണ്ട മരുഭൂമി സാഹചര്യങ്ങളിൽ ജീവിക്കാൻ വേണ്ടി സഹായിക്കുന്ന പ്രധാന അനുസരണമാണ്. ആഹാര ലഭ്യത കാലാവസ്ഥ അനുസൃതമായിട്ട് മാറുന്നുണ്ട്. മഴക്കാലത്ത് കീടങ്ങളും സസ്യങ്ങളും കൂടുതൽ ലഭിക്കുന്നതിനാൽ തന്നെ ബിൽബികൾക്ക് കൂടുതൽ ആഹാരം ലഭിക്കുന്നുണ്ട്. വരൾച്ചക്കാലത്ത് ഇവയ്ക്ക് ഭക്ഷണം കണ്ടെത്താൻ വേണ്ടി കൂടുതൽ പരിശ്രമം വേണ്ടിവരും. ചുരുക്കി പറയുകയാണെങ്കിൽ ബിൽബികളുടെ ആഹാരശൈലി വളരെ വൈവിധ്യമാർന്നതും പരിസ്ഥിതിയോട് പൊരുത്തപ്പെട്ടതുമാണ്. കീടങ്ങൾ, വിത്തുകൾ, വേർ എന്നിവ ഉൾക്കൊള്ളുന്ന ഈ ആഹാര രീതി അവയെ മരുഭൂമി സാഹചര്യത്തിൽ വിജയകരമായിട്ട് ജീവിക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇവയുടെ പെരുമാറ്റം അല്ലെങ്കിൽ ബിഹേവിയറുമായിട്ട് ബന്ധപ്പെട്ട കാര്യം നോക്കുകയാണെങ്കിൽ ബിൽബി എന്നത് ഓസ്ട്രേലിയയിൽ കാണപ്പെടുന്ന ഒരു അപൂർവ മാർസൂപ്പിയൽ ജീവിയാണ്. അതിൻ്റെ പെരുമാറ്റ സ്വഭാവങ്ങൾ അതിന് ജീവൻ നിലനിർത്തുന്നതിനും പരിസ്ഥിതിയോട് ഇണങ്ങിക്കൊള്ളുന്നതിനുമൊക്കെ ഏറെ സഹായകരമാണ്. ബിൽബിയുടെ പെരുമാറ്റം പ്രധാനമായിട്ടും രാത്രി ജീവിതം, ഭക്ഷണം കണ്ടെത്തൽ, സംരക്ഷണ രീതി, സാമൂഹികമായിട്ടുള്ള ഇടപെടൽ എന്നിവയിലൂടെ മനസ്സിലാക്കാം. ആദ്യം ബിൽബി ഒരു രാത്രിജീവി, അതായത് നോക്ചറൽ ആനിമൽസ് ആണ്. പകൽ സമയത്ത് ഇവ ഭൂമിയിൽ ഉണ്ടാക്കുന്ന കുഴികളിൽ ഒളിഞ്ഞു വിശ്രമിക്കുകയും രാത്രി സമയത്ത് മാത്രമാണ് പുറത്തേക്ക് എത്തി ഭക്ഷണം നേടുകയൊക്കെ ചെയ്യുന്നത്. ഇതുവഴി ചൂടേറിയ ഓസ്ട്രേലിയൻ കാലാവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയും ശത്രുക്കളിൽ നിന്ന് സുരക്ഷ നേടാൻ വേണ്ടിയും ഇവയ്ക്ക് കഴിയുന്നുണ്ട്. ബിൽബിയുടെ ഒരു പ്രധാന സ്വഭാവം കുഴി തുറന്ന് താമസിക്കലാണ്. ഇവയുടെ ശക്തമായിട്ടുള്ള മുൻകാലുകൾ ഉപയോഗിച്ച് നീളം കൂടിയ ആഴമുള്ള കുഴികൾ ഇവ നിർമ്മിക്കുന്നു. ഈ കുഴികൾ താപനില നിയന്ത്രിക്കാൻ വേണ്ടി സഹായിക്കുകയും അപകടത്തിൽ നിന്ന് സംരക്ഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു ബിൽബി ഒരേ സമയം ഒന്നിലധികം കുഴികൾ നിർമ്മിച്ച് ഇവ ഉപയോഗിച്ച് സഞ്ചരിക്കാറുണ്ട്. ഇത് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇവയെ സഹായിക്കുന്നുണ്ട്. ഭക്ഷണം കണ്ടെത്തൽ എന്നത് ബിൽബിയുടെ പെരുമാറ്റത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. ഇത് പ്രധാനമായിട്ടും കീടങ്ങൾ, വിത്തുകൾ, വേരുകൾ, ചെറിയ സസ്യങ്ങൾ എന്നിവയാണ് ഭക്ഷണം കണ്ടെത്തുന്നത്. ശക്തമായിട്ടുള്ള നാസികയും നീളമുള്ള ചെവികളും ഉപയോഗിച്ച് ഭൂമിക്കടിയിലുള്ള ഭക്ഷണം കണ്ടെത്തുന്നതിൽ ഇവ വളരെ നിപുണനാണ്. ഭക്ഷണം തേടുമ്പോൾ ഇവ മണ്ണ് കുഴിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ബിൽബികൾ പൊതുവെ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്. അതായത് ഒരു സോളിറ്ററി ആയിട്ടുള്ള ബിഹേവിയറാണ്. ഇവ വളരെ സാമൂഹികമായിട്ടുള്ള ജീവികളല്ല, എന്നാൽ പ്രജനന സമയത്ത് മാത്രം കൂട്ടായിട്ട് കാണപ്പെടുന്നുണ്ട്. ഓരോ ബിൽബിക്കും സ്വയം ടെറിട്ടറി ഉണ്ടാക്കുന്നുണ്ട്. ഇതിൽ മറ്റുള്ളവരെ പ്രവേശിക്കാൻ വേണ്ടി ഇവ ഇഷ്ടപ്പെടാറില്ല. പ്രജനന പെരുമാറ്റം ബിൽബിയുടെ പ്രത്യേകതകൾ ഒന്നാണ്. ഇവയ്ക്ക് വളരെ വേഗത്തിൽ പ്രജനനം നടത്താൻ വേണ്ടി കഴിയുന്നുണ്ട്. അനുകൂല സാഹചര്യത്തിൽ വർഷത്തിൽ പലതവണ തന്നെ ഇവയ്ക്ക് കുഞ്ഞുങ്ങൾ ജനിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങൾ അമ്മയുടെ പൗച്ചിലാണ് വളരുന്നത്. ഇത് മാർസൂപ്പിയൽ ജീവികളുടെ ഒരു സവിശേഷതയാണ്. സംരക്ഷണ സ്വഭാവം ബിൽബിയുടെ ജീവൻ നടത്തുന്നതിൽ നിർണായകരമാണ്. ശത്രുക്കളെ കാണുമ്പോൾ ഇവ വേഗത്തിൽ കുഴിയിലേക്ക് ഓടി ഒളിക്കും. കൂടാതെ അവയുടെ ശ്രവണശക്തി വളരെ ഉയർന്നതാണ്. അതുകൊണ്ട് തന്നെ അപകട സൂചനകൾ വേഗത്തിൽ തിരിച്ചറിയാൻ വേണ്ടി ഇവയ്ക്ക് കഴിയുന്നുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ബിൽബിയുടെ പെരുമാറ്റം അതിൻ്റെ പരിസ്ഥിതിയോട് മികച്ച രീതിയിൽ ഇണങ്ങിക്കൊള്ളുന്നതിൻ്റെ ഉദാഹരണമാണ്. രാത്രി ജീവിതം, കുഴി തുറക്കുന്ന കഴിവ്, ഒറ്റയ്ക്ക് ജീവിക്കുന്ന ജീവിതശൈലി, വേഗത്തിലുള്ള പ്രജനനം എന്നിവയെല്ലാം കൂടി ബിൽബിയെ ഒരു അതുല്യമായിട്ടുള്ള ജീവിയായിട്ട് മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് ഈ ബിൽബിയുടെ പ്രജനനം അല്ലെങ്കിൽ റീപ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യം നോക്കുകയാണെങ്കിൽ ബിൽബി എന്ന ജീവി മാർസൂപ്പിയൽ വിഭാഗത്തിൽ പെടുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രജനന രീതികൾ വളരെ വ്യത്യസ്തവും ശ്രദ്ധേയവുമാണ്. ഓസ്ട്രേലിയയിലെ വരണ്ട പ്രദേശങ്ങളിൽ ജീവിക്കുന്നതിനാൽ തന്നെ പരിസ്ഥിതിയോട് ഇണങ്ങുന്ന രീതിയിലാണ് ബിൽബിയുടെ പ്രജനന സ്വഭാവം രൂപപ്പെട്ടിരിക്കുന്നത്. ബിൽബിയുടെ പ്രജനന ചക്രം വളരെ ഇളവുള്ളതാണ്. അനുകൂല ഭക്ഷണ സ്രോതസ്സുകളും കാലാവസ്ഥ ലഭിക്കുന്ന സമയങ്ങളിൽ ഇവ വർഷം മുഴുവൻ പ്രജനനം നടത്താൻ വേണ്ടി കഴിയുന്നുണ്ട്. ചില പ്രദേശങ്ങളിൽ മഴക്കാലത്തിന് ശേഷം ഭക്ഷണം കൂടുതൽ ലഭിക്കുന്നതിനാൽ തന്നെ ഇവ ആ സമയത്തിൽ പ്രജനനം കൂടുതലായിട്ട് നടക്കുന്നതായിട്ട് കാണാം. ഇതുവഴി കുഞ്ഞുങ്ങൾക്ക് ജീവൻ നിലനിർത്താൻ വേണ്ടി മികച്ച സൗകര്യം ലഭിക്കുന്നുണ്ട്. ബിൽബിയുടെ ഗർഭകാലം വളരെ ചെറുതാണ്. ഏകദേശം 12 മുതൽ 14 ദിവസം മാത്രമാണ്. ഇത് മാർസൂപ്പിയൽ ജീവികളുടെ പ്രധാനമായിട്ടുള്ള സവിശേഷതയാണ്. വളരെ ചെറിയ, പൂർണ്ണമായിട്ടും വികസിക്കാത്ത കുഞ്ഞുങ്ങളാണ് ഇവ ജനിപ്പിക്കുന്നത്. ജനിച്ചതിന് ശേഷം കുഞ്ഞുടനെ തന്നെ അമ്മയുടെ പൗച്ചിലേക്ക് കയറുന്നു. പൗച്ചിലെ വളർച്ച ബിൽബിയുടെ പ്രജനനത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഘടകമാണ്. കുഞ്ഞുങ്ങൾ അമ്മയുടെ പൗച്ചിൽ ഏകദേശം 70 മുതൽ 75 ദിവസങ്ങൾ വരെ തുടരുന്നുണ്ട്. ഈ സമയത്ത് അവ അമ്മയുടെ പാൽ കുടിച്ച് വളരുന്നു. ബിൽബിയുടെ പൗച്ച് പിന്നിലേക്ക് തുറക്കുന്ന രീതിയിലാണ്. ഇത് കുഴി തുറക്കുന്ന സമയത്ത് മണ്ണകത്തേക്ക് പ്രവേശിക്കാതിരിക്കാൻ വേണ്ടി ഇവയെ സഹായിക്കുന്നുണ്ട്. ഒരു ബിൽബി സാധാരണയായിട്ട് 1 മുതൽ 3 വരെയുള്ള കുഞ്ഞുങ്ങളെ ഒരേ സമയം ജനിപ്പിക്കാൻ വേണ്ടി കഴിയും.
അനുകൂല സാഹചര്യത്തിൽ ഒരു വർഷത്തിൽ പലതവണ തന്നെ ഇവയ്ക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകാം. ഇതുവഴി അവയുടെ ജനസംഖ്യ വേഗത്തിൽ വർദ്ധിപ്പിക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്, പ്രത്യേകിച്ച് സംരക്ഷിതമായിട്ടുള്ള പ്രദേശങ്ങളിൽ. കുഞ്ഞുങ്ങളുടെ വളർച്ച വളരെ വേഗത്തിലാണ് നടക്കുന്നത്. പൗച്ചിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷവും കുഞ്ഞുങ്ങൾ അമ്മയുടെ കുഴിയിലാണ് താമസിക്കുന്നത്. ഇവ വളരെ വേഗം സ്വതന്ത്രമായിട്ട് ഭക്ഷണം കണ്ടെത്താൻ വേണ്ടിയും പരിസ്ഥിതിയോട് ഇണങ്ങാൻ വേണ്ടി പഠിക്കുന്നുണ്ട്. അമ്മ ബിൽബി കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുകയും ആവശ്യമായിട്ടുള്ള പരിചരണം നൽകുകയും ചെയ്യുന്നുണ്ട്. ബിൽബിയുടെ പ്രജനന തന്ത്രം എന്ന് പറയുന്നത് അവയുടെ നിലനിൽപ്പിനായിട്ട് വളരെ പ്രാധാന്യമാണ്. പ്രകൃതി ദുരന്തങ്ങൾ, ശത്രുക്കൾ എന്നിവ കാരണം മരണം കൂടുതലായതിനാൽ തന്നെ വേഗത്തിൽ പ്രജനനം നടത്തുന്നതിലൂടെ ഇവ അടുത്ത ജനസംഖ്യ നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ബിൽബിയുടെ പ്രജനനം അതിന് ജീവൻ നിലനിർത്തുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളൊന്നാണ്. ചെറുകാല ഗർഭധാരണവും പൗച്ചിൽ വളർച്ചയും വേഗത്തിൽ പ്രജനശൈലിയൊക്കെ ഇവയെ പരിസ്ഥിതിയിൽ നിലനിർത്താൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. ഈ പ്രത്യേകതകൾ ബിൽബിയെ മാർസുപ്പിയൽ ലോകത്തിലെ ഒരു അതുല്യ ജീവിയായിട്ട് മാറ്റുന്നുണ്ട്. ഈ ബിൽബിയുടെ ആയുസ് ഭീഷണികളും ശത്രുക്കളൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ബിൽബി എന്ന അപൂർവ മാർസൂപ്പിയൽ ജീവി ഓസ്ട്രേലിയയിലെ വരണ്ടതും അർദ്ധവരണ്ടതുമായിട്ടുള്ള പ്രദേശങ്ങളിൽ ജീവിക്കുന്നുണ്ട്. ഇതിന്റെ ആയുസ്, അതിനെ ബാധിക്കുന്ന ഭീഷണികൾ, സ്വാഭാവികമായിട്ടുള്ള ശത്രുക്കൾ എന്നിവയെക്കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ ബിൽബിയുടെ ആയുസ് സംബന്ധിച്ച് പറയുമ്പോൾ കാട്ടിൽ ഇവ സാധാരണയായിട്ട് 4 മുതൽ 7 വർഷം വരെ ജീവിക്കുന്നുണ്ട്. എന്നാൽ സുരക്ഷിതമായിട്ടുള്ള സംരക്ഷിത പ്രദേശങ്ങളിലും ക്യാപ്റ്റിവിറ്റി സാഹചര്യങ്ങളിലും ഇവയ്ക്ക് 10 വർഷം വരെ ജീവിക്കാൻ വേണ്ടി കഴിയാം. പ്രകൃതി ഇവയുടെ ആയുസ് കുറയാൻ വേണ്ടി പ്രധാനമായിട്ടുള്ള കാരണം ശത്രുക്കളുടെയും പരിസ്ഥിതിയിലെ മാറ്റങ്ങളുടെയൊക്കെ സമ്മർദ്ദമാണ്. ഇവയുടെ ത്രെഡ്സ് നോക്കുകയാണെങ്കിൽ ബിൽബിയുടെ നിലനിൽപ്പിൽ ഏറ്റവും വലിയ വെല്ലുവിളിയായത് മനുഷ്യ പ്രവർത്തനങ്ങളാണ്. കൃഷി വികസനം, നഗരവൽക്കരണം, ഖനനം എന്നിവയൊക്കെ കാരണം ബിൽബിയുടെ സ്വാഭാവികമായിട്ടുള്ള ആവാസ വ്യവസ്ഥ നശിക്കുന്നുണ്ട്. അതുവഴി അവയുടെ ഭക്ഷണ സ്രോതസ്സുകളും സുരക്ഷിതമായിട്ടുള്ള താമസ സ്ഥലങ്ങളും കുറയുന്നുണ്ട്. കൂടാതെ ആക്രമണ സ്വഭാവമുള്ള വന്യജീവികൾ ബിൽബിക്ക് വലിയ ഭീഷണിയാണ്. പ്രത്യേകിച്ച് റെഡ് ഫോക്സും കാട്ടുപൂച്ചയൊക്കെ ബിൽബിയുടെ പ്രധാനമായിട്ടുള്ള ശത്രുക്കളാണ്. ഇവ ബിൽബികളെ വേട്ടയാടുകയും അവയുടെ ജനസംഖ്യയിൽ വലിയ കുറവ് ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായിട്ടുള്ള ശത്രുക്കൾ നോക്കുകയാണെങ്കിൽ ശത്രുക്കൾ എന്ന നിലയിൽ മുകളിൽ പറഞ്ഞ കുറുക്കനും കാട്ടുപൂച്ചയും പ്രധാനമാണ്. കൂടാതെ ചില വലിയ പക്ഷികളും ബിൽബികളെ വേട്ടയാടാറുണ്ട്. എന്നാൽ മനുഷ്യർ കൊണ്ടുവന്ന ഈ വന്യജീവികളാണ് ഏറ്റവും അപകടകരമായിട്ടുള്ള ശത്രുക്കൾ. മറ്റൊരു പ്രധാനമായിട്ടുള്ള ഭീഷണി കാലാവസ്ഥയിലെ മാറ്റമാണ്, ക്ലൈമറ്റ് ചേഞ്ചസ് ആണ്. മഴയുടെ മാതൃകകളിൽ വരുന്ന മാറ്റം, വരൾച്ച, താപനില വർധന എന്നിവയൊക്കെ ബിൽബിയുടെ ഭക്ഷണ ലഭ്യതയെ ബാധിക്കുന്നുണ്ട്. അതുവഴി അവയുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി കൂടുതൽ പ്രയാസകരമാകുന്നുണ്ട്. എന്നിരുന്നാലും ബിൽബികളെ സംരക്ഷിക്കാൻ വേണ്ടി നിരവധി ശ്രമങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. പ്രൊഡക്റ്റേഴ്സ് ഫ്രീ മേഖലകൾ സൃഷ്ടിക്കുകയും ആവാസവ്യവസ്ഥ സംരക്ഷിക്കുകയും ചെയ്യുന്നത് ഇവിടെ എണ്ണം വർദ്ധിപ്പിക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. ചില പ്രദേശങ്ങളിൽ ബിൽബിയുടെ ജനസംഖ്യ വീണ്ടും ഉയരുന്നത് ഈ സംരക്ഷണ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ്. അതായത് ബിൽബിയുടെ ആയുസ് സ്വാഭാവികമായിട്ടുള്ള സാഹചര്യങ്ങളിൽ പരിമിതമാണെങ്കിലും ഭീഷണികളും ശത്രുക്കളെയൊക്കെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ ഇവയുടെ നിലനിൽപ്പ് നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടി സാധിക്കും. മനുഷ്യരുടെ ഇടപെടൽ കുറയ്ക്കുകയും സംരക്ഷണ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നത് ഈ അപൂർവ ജീവിയെ ഭാവിയിലേക്ക് സംരക്ഷിക്കാൻ വേണ്ടി അനിവാര്യമാണ്. ഇനി നമുക്ക് ഇവയുടെ കൺസർവേഷൻ സ്റ്റാറ്റസ് അല്ലെങ്കിൽ സംരക്ഷണ നില നോക്കിക്കഴിഞ്ഞാൽ ബിൽബി എന്ന ജീവി ഓസ്ട്രേലിയയിലെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള മാർസുപ്പിയൽ സ്പീഷീസിൽ ഒന്നാണ് നമ്മൾ പറഞ്ഞു. എന്നാൽ ഇന്ന് അതിൻ്റെ നില വളരെ ആശങ്കാജനകമാണ്. ബിൽബിയുടെ സംരക്ഷണ നിലയെക്കുറിച്ച് പഠിക്കുന്നത് അതിൻ്റെ ഭാവി നിലനിൽപ്പിനായിട്ട് വളരെ നിർണായകരമായിട്ടുള്ള കാര്യമാണ്. ആഗോള സംരക്ഷണ നില, അതായത് ഗ്ലോബൽ കൺസർവേഷൻ സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ ബിൽബി ഇപ്പോൾ വൾണറബിൾ, അതായത് അപായ അവസ്ഥയിലേക്ക് നീങ്ങുന്ന വിഭാഗത്തിലാണ്. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ആണ് ഈ വിഭാഗീകരണം നിർണ്ണയിക്കുന്നത്. ഇതിന്റെ അർത്ഥം ഉടനെ തന്നെ നശിച്ചു പോകുന്ന അവസ്ഥയിലല്ലെങ്കിലും ഭീഷണികൾ തുടർന്നാൽ ഭാവിയിൽ കൂടുതൽ അപകടത്തിലാകാൻ വേണ്ടി സാധ്യതയുണ്ട് എന്നാണ്. പഴയ കാലത്ത് ബിൽബികൾ ഓസ്ട്രേലിയയുടെ വലിയ ഭാഗങ്ങളിൽ വ്യാപകമായിട്ട് കണ്ടുവരുന്നതായിരുന്നു. എന്നാൽ ഇപ്പോൾ അവയുടെ ഡിസ്ട്രിബ്യൂഷൻ വളരെ കുറച്ച് പ്രദേശങ്ങളായിട്ട് ചുരുങ്ങിയിരിക്കുകയാണ്. ഇത് പ്രധാനമായിട്ടും ആവാസവ്യവസ്ഥ നഷ്ടപ്പെടുകയും ശത്രുക്കളുടെ ആക്രമണമൊക്കെയാണ് ഇതിന്റെ കാരണങ്ങൾ. സംരക്ഷണത്തിന് നേരിടുന്ന വെല്ലുവിളികൾ വളരെ ഗുരുതരവുമാണ്. മനുഷ്യരുടെ കൃഷി, നഗരവൽക്കരണം, ഖനനം തുടങ്ങിയ പ്രവർത്തനങ്ങൾ ബിൽബിയുടെ ആവാസ വ്യവസ്ഥയെ നശിക്കുന്നുണ്ട്. കൂടാതെ റെഡ് ഫോക്സും ഫെറൽ കാറ്റും ഒക്കെ പോലുള്ള വന്യജീവികൾ ബിൽബിയുടെ എണ്ണം കുറയ്ക്കാൻ വേണ്ടി പ്രധാനമായിട്ടുള്ള കാരണങ്ങളാണ് നമ്മൾ പറഞ്ഞു. ഇതിന് പരിഹാരമായിട്ട് നിരവധി സംരക്ഷണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നുണ്ട്. ഓസ്ട്രേലിയയിലെ പ്രൊഡക്റ്റർ ഫ്രീ മേഖലകൾ, അതായത് ക്യാപ്റ്റിവിറ്റിയൊക്കെ ഇതിന് ഉദാഹരണങ്ങളാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ബിൽബിയുടെ സംരക്ഷണ നില ഇപ്പോൾ ആശങ്കാജനമായിരിക്കുമ്പോഴും ശക്തമായിട്ടുള്ള സംരക്ഷണ പ്രവർത്തനങ്ങൾ തുടരുകയാണെങ്കിൽ ഇവയെ നശിപ്പിക്കലിൽ നിന്ന് നമുക്ക് രക്ഷിക്കാൻ വേണ്ടി സാധിക്കും. മനുഷ്യരുടെ ഉത്തരവാദിത്തമുള്ള ഇടപെടലുകളും പരിസ്ഥിതി സംരക്ഷണത്തിലുള്ള കൂട്ടായ പരിശ്രമവും ബിൽബിയുടെ ഭാവി ഉറപ്പിക്കാൻ വേണ്ടി അനിവാര്യമാണ്. ഇനി നമുക്ക് ഈ ബിൽബിയുടെ ചരിത്രം കുറച്ച് നോക്കിക്കഴിഞ്ഞാൽ ബിൽബി എന്ന ജീവിയുടെ ചരിത്രം ഓസ്ട്രേലിയയുടെ പ്രകൃതി ചരിത്രവുമായിട്ട് ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ലക്ഷക്കണക്കിന് വർഷങ്ങളായിട്ട് വികസിച്ചു വരുന്ന ഈ ജീവി അതിൻ്റെ പരിസ്ഥിതിയോട് ഇണങ്ങിക്കൊണ്ട് ഇന്നത്തെ രൂപം കൈവരിച്ചു. ബിൽബി മാർസുപ്പിയൽ വിഭാഗത്തിൽപ്പെടുന്ന ജീവിയാണ്. അതായത് കുഞ്ഞുങ്ങൾ അമ്മയുടെ പൗച്ചിൽ വളരുന്ന സവിശേഷത ഉള്ളവയാണ്. അവയുടെ പൂർവികർ ഓസ്ട്രേലിയയിൽ ഭൂപടത്തിൽ ദീർഘകാലം മുൻപ് ജീവിച്ചിരുന്ന ചെറിയ സസ്തനങ്ങളിൽ നിന്നിട്ടാണ് വികസിച്ചതെന്ന് ശാസ്ത്രജ്ഞർ കരുതപ്പെടുന്നുണ്ട്. ഈ പരിണാമ പ്രക്രിയയിൽ വരണ്ടതും അർത്ഥവരണ്ടതുമായിട്ടുള്ള പ്രദേശങ്ങളിൽ ജീവിക്കാൻ വേണ്ടി അനുയോജ്യമായിട്ടുള്ള പ്രത്യേകതകൾ ഇവ കൈവരിച്ചു.
ചരിത്രപരമായിട്ട് ബിർബിൾ ഒരിക്കൽ ഓസ്ട്രേലിയയുടെ ഏകദേശം 70% പ്രദേശങ്ങളിൽ വ്യാപകമായിട്ട് കണ്ടുവരുന്നതായിരുന്നു. എന്നാൽ യൂറോപ്യൻ കുടിയേറ്റവും ആരംഭിച്ചതിന് ശേഷം ഇവിടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം മുതൽ മനുഷ്യരുടെ കൃഷി വികസനവും ഭൂമിയുടെ ഉപയോഗത്തിൽ വന്ന മാറ്റങ്ങളും ഇവയുടെ ആവാസ വ്യവസ്ഥയെ ഗണ്യമായിട്ട് കുറഞ്ഞു. അതോടൊപ്പം തന്നെ യൂറോപ്യന്മാർ കൊണ്ടുവന്ന റെഡ് ഫോക്സ്, അതായത് ചുവന്ന കുറുക്കന്മാരും ഫെറൽ ക്യാറ്റ്, കാട്ടുപൂച്ചയൊക്കെ ബിൽബിയുടെ ചരിത്രത്തിൽ തന്നെ നിർണായകരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കി. ഈ വന്യജീവികൾ ബിൽബിയെ വ്യാപകമായിട്ട് വേട്ടയാടുകയും ചില പ്രദേശങ്ങളിൽ തന്നെ ഇവയെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുകയൊക്കെ ചെയ്തു. 20-ാം നൂറ്റാണ്ടോടെ ബിൽബിയുടെ ജനസംഖ്യ വലിയ തോതിൽ കുറഞ്ഞു. പല പ്രദേശങ്ങളിൽ നിന്നും ഇവ അപ്രത്യക്ഷമായി. ഇതോടെ ശാസ്ത്രജ്ഞന്മാരും പരിസ്ഥിതി പ്രവർത്തകരും ബിൽബിയെ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമങ്ങൾ ആരംഭിച്ചു. ഈ കാലഘട്ടം ബിൽബിയുടെ ചരിത്രത്തിൽ ഒരു പ്രധാന വഴിത്തിരിവായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് ബിൽബിയുടെ ചരിത്രം സംരക്ഷണ പ്രവർത്തനങ്ങളാൽ അടയാളപ്പെടുത്തുന്നുണ്ട്. പ്രൊഡക്ടർ ഫീ മേഖലകൾ സൃഷ്ടിക്കൽ, ക്യാപ്റ്റിവിറ്റി ബ്രീഡിംഗ് പ്രോഗ്രാംസ്, ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപിക്കൽ എന്നിവയിലൂടെയൊക്കെ ഇവയുടെ എണ്ണം വീണ്ടും ഉയർത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ചില പ്രദേശങ്ങളിൽ ഈ ശ്രമങ്ങൾ വിജയകരമായിട്ട് ബിൽബിയുടെ ജനസംഖ്യ വർദ്ധിപ്പിക്കുന്നുണ്ട്. കൂടാതെ ബിൽബി ഇന്ന് ഓസ്ട്രേലിയയിലെ ഒരു സാംസ്കാരിക പ്രതീകമായിട്ട് മാറിയിട്ടുണ്ട്. നാഷണൽ ബിൽബി എന്ന ആശയം ഉപയോഗിച്ച് പരിസ്ഥിതി സംരക്ഷണത്തിന് പ്രാധാന്യം ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇത് ബിൽബിയുടെ ചരിത്രത്തിൽ പുതിയൊരു സാമൂഹികവും സാംസ്കാരികവുമായിട്ടുള്ള അർത്ഥം നൽകുന്നുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ബിൽബിയുടെ ചരിത്രം ഒരു ജീവിയുടെ ഉയർച്ചയും താഴ്ചയും പിന്നെ പുനർജീവനത്തിനുള്ള മനുഷ്യരുടെ ശ്രമങ്ങളും ഉൾക്കൊള്ളുന്ന കഥയാണ്. ഈ ചരിത്രം നമ്മെ പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ബിൽബി എന്ന് പറയുന്ന ഓസ്ട്രേലിയയിലെ ഒരു മാർസൂപ്പിയലായിട്ടുള്ള ജീവിയുടെ വിശദമായിട്ടുള്ള വിവരങ്ങൾ. അടുത്ത അതിഥിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.